ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ ഗൂഢാലോചനയുടെ ഉറവിടം AKG സെൻ്ററാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ധാരാളം തെളിവുകൾ ഒന്നിനു പുറകെ ഒന്നായി വരികയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന N. വാസുവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം, ഇതിൻ്റെ എല്ലാം പുറകിലുള്ള ബുദ്ധി കേന്ദ്രം CPM നേതൃത്വവും AKG സെൻ്ററുമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ്. മാത്രമല്ല, ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇത് സംബന്ധിച്ച് നടത്തിയ നിരീക്ഷണങ്ങൾ ഏറെ ഗൗരവമുള്ളതാണ്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ മാത്രമല്ല, ശ്രീകോവിലിൻ്റെ വാതിലടക്കം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്നുള്ള സംശയം ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുന്നോട്ട് വെക്കുകയുണ്ടായി. അതിലുമുള്ള സ്വർണത്തിൻ്റെ തൂക്കത്തിലുള്ള കുറവിനെ സംബന്ധിച്ച് പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലെ ഹൈക്കോടതി പറഞ്ഞത്. ഇതിൻ്റെ എല്ലാം പുറകിൽ രാജ്യാന്തര തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ റാക്കറ്റ് ഇതിൻ്റെ പുറകിലുണ്ട് എന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി. അപ്പോൾ കേവലം ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയോ ഏതാനും ജീവനക്കാരോ മാത്രമല്ല, കേരളത്തിനകത്തും പുറത്തുമുള്ള വലിയ ഒരു ശൃംഖല ഇതിന് പുറകിലുണ്ട്. അത് ശബരിമലയിലെ സ്വർണമാകെ മറിച്ചു വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയാണ് നടന്നിട്ടുള്ളത്. അത്തരമൊരു വലിയ ഗൂഢാലോചന ദേവസ്വം ബോർഡിലെ ജീവനക്കാരോ ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികളോ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. അതുകൊണ്ടാണ് സർക്കാർ തലത്തിൽ അതിൻ്റെ എല്ലാം പുറകിൽ സഹായമുണ്ട് എന്ന് ആദ്യം മുതലേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ മുതലേ BJP മുമ്പോട്ട് വെച്ചിട്ടുള്ള ഈ ആരോപണം വസ്തുതാപരമായി ശരിയാണ് എന്നുള്ളതാണ് ഹൈക്കോടതി നിരീക്ഷണത്തിലൂടെയും ബോധ്യമാവുന്നത്. SITയുടെ അന്വേഷണത്തിലും പുറത്തു വരുന്ന വിവരങ്ങൾ നമ്മളെ ബോധ്യപ്പെടുന്നതാണ്. ഇപ്പം ഈ കേസിൽ SIT ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ടുള്ള N. വാസുവിനെ മൂന്നാം പ്രതിയാക്കിയിട്ടാണ് അവർ വെച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ ചോദ്യം ചെയ്തു എന്ന് പറയുന്നു. നേരത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ട ദേവസ്വം സെക്രട്ടറിയുടെ മൊഴിയിൽ ഇതിനെല്ലാം പുറകിൽ ദേവസ്വം ബോർഡിൻ്റെ അന്നത്തെ പ്രസിഡൻ്റായിട്ടുള്ള N. വാസുവാണുള്ളത് എന്ന് ദേവസ്വം സെക്രട്ടറി മൊഴി കൊടുത്തിട്ടുണ്ട് എന്നാണ് SIT പറയുന്നത്. N. വാസു വെറും N. വാസുവല്ല, അദ്ദേഹം സഖാവ് N. വാസുവാണ്. അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് എന്ന് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ സെക്രട്ടറി നേരത്തെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയുമായിരുന്നു. N. വാസു ദീർഘകാലം ദേവസ്വം കമ്മീഷണറായിരുന്നു. അപ്പോൾ ദേവസ്വം കമ്മീഷണറായും ദേവസ്വം ബോർഡ് മെമ്പറായും ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായും ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ N. വാസു പ്രവർത്തിച്ച കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ SIT അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മൊഴിയിലാണ് ഇതെല്ലാം N. വാസു പറഞ്ഞതനുസരിച്ചാണ് നടന്നിട്ടുള്ളത് എന്ന് അദ്ദേഹം മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്, മൊഴി കൊടുത്തിട്ടുണ്ട് എന്ന് SIT പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് N. വാസുവിനെ അറസ്റ്റ് ചെയ്യാത്തത്? ഈ മൊഴി മാത്രം മതിയല്ലോ അറസ്റ്റ് ചെയ്യാൻ. N. വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ SITക്കുമുള്ള തടസ്സം എന്താണ്? N. വാസുവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ അന്വേഷണം AKG സെൻ്ററിലേക്ക് പോകേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് തൽക്കാലത്തേക്ക് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി 2 മണിക്കൂർ ചോദ്യം ചെയ്ത് വാസുവിനെ വിട്ടയച്ചത്. അതുകൊണ്ട് ഇത് വലിയ വലിയ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇതിൻ്റെ പുറകിലുള്ള യഥാർത്ഥ ഗൂഢാലോചനക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ N. വാസുവിനെ ചടങ്ങിന് ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഇത് ഞങ്ങൾ നേരത്തെ സംശയം പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. SIT ഹൈക്കോടതി നിരീക്ഷണത്തിൽ ഉള്ള ഒരു അന്വേഷണ സംവിധാനമാണെങ്കിലും ആ SITക്ക് പരിമിതികളുണ്ട് എന്ന് ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം SITയിലെ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ, ആ ടീമിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെല്ലാവരും സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള ആളുകളാണ്.
മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് പരിമിതികളുണ്ട്. ആ പരിമിതികളുള്ളത് കൊണ്ടാണ് ഈ കേസ് അന്വേഷണം CBIക്ക് വിടണമെന്ന് ഞങ്ങൾ പറഞ്ഞത്. ഇന്നലെ ഹൈക്കോടതി നിരീക്ഷണത്തോടു കൂടി ഇത് അന്തർ സംസ്ഥാന തലത്തിലുള്ള വലിയ റാക്കറ്റ് ഇതിന് പുറകിലുണ്ട് എന്ന നിരീക്ഷണത്തോടു കൂടി ഒരു CBI അന്വേഷണത്തിൻ്റെ ആവശ്യകത ഒന്നുകൂടി വർദ്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആവശ്യം ഞങ്ങൾ ആവർത്തിക്കുകയാണ്. വസ്തുതകളും സത്യാവസ്ഥയും പുറത്തു വരണം. AKG സെൻറ്റർ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിട്ടുള്ള ഒരു ഗൂഢാലോചന ഇതിന് പുറകിലുണ്ട് എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ ഗൂഢാലോചന പുറത്തു വരണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നു. അതിനാവശ്യമായുള്ള അന്വേഷണമാണ് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ശബരിമല അത് കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാകെയുള്ള തീർത്ഥാടകന്മാർ വരുന്ന, ലോകത്തെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാർ വരുന്ന ഒരു കേന്ദ്രമാണ്. അതുകൊണ്ട് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമല നടക്കുന്ന ഓരോ ചടങ്ങും ഓരോ ചലനവും ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുന്നതാണ്. ആ ക്ഷേത്രത്തെ തകർക്കാൻ അന്തർദേശീയ തലത്തിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആ ഗൂഢാലോചനയുടെ ഒരു കണ്ണി മാത്രമാണ് കേരളത്തിലെ സർക്കാരും ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന CPM. ശബരിമല ക്ഷേത്രത്തെ തകർക്കാൻ ആഗോളതലത്തിൽ നടക്കുന്ന ഈ വലിയ ഗൂഢാലോചനയുടെ കണ്ണികളായി മാറുകയാണ് കേരളത്തിലെ ഗവൺമെൻറ്റും കേരളത്തിലെ CPM. അതുകൊണ്ട് ഇതെല്ലാം പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ശബരിമല സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യകത അത് കേന്ദ്ര സർക്കാർ ആ കാര്യത്തിൽ ഇടപെടണം എന്ന് BJP ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ശബരിമല വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്ക് ഭീമഹർജി സമർപ്പിക്കാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. 1 കോടി അയ്യപ്പ ഭക്തന്മാരുടെ ഒപ്പുകൾ സമാഹരിച്ച് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കാനാണ് ഇപ്പോൾ പാർട്ടി ആലോചിച്ചിട്ടുള്ളത്. അത് പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തിന് ഭീമഹർജി സമർപ്പിക്കുന്നത്. ലോകത്തെമ്പാടുമുള്ള കോടിക്കണക്കിന് അയ്യപ്പ വിശ്വാസികളുടെ വികാരം അത് വ്രണപ്പെട്ടിട്ടുണ്ട്. അവർ ദുഃഖിതരാണ്. ആ വിഷയത്തിൽ അവർക്ക് ന്യായമായിട്ടുള്ള പരിഹാരമുണ്ടാവണം. ശബരിമല ക്ഷേത്രം സംരക്ഷിക്കപ്പെടണം. ആ ക്ഷേത്രം കൊള്ളയടിക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള ശക്തികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഭാവിയിലും ശബരിമല ക്ഷേത്രം സംരക്ഷിക്കാൻ ആവശ്യമായ ഒരു പദ്ധതി ആവിഷ്കരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ കേന്ദ്ര സർക്കാരിൻ്റെയും ഒരു ഇടപെടൽ ഉണ്ടാകണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഒപ്പുശേഖരണം നവംബർ മാസം 10-ാം തീയതി മുതൽ ഞങ്ങൾ ആരംഭിക്കും. എല്ലാ വീടുകളിലും പാർട്ടി പ്രവർത്തകന്മാർ സന്ദർശിക്കും. രാഷ്ട്രീയ ഭേദമന്യേ അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള എല്ലാവരുടെയും CPM എന്നോ കോൺഗ്രസ് എന്നോ വ്യത്യാസമില്ലാതെ അയ്യപ്പ വിശ്വാസികളായ മലക്കുപോകുന്ന എല്ലാവരെയും ഞങ്ങൾ കാണും. പ്രത്യേകിച്ചും തീർത്ഥാടന കാലം ആരംഭിക്കുകയാണ്. ഈ തീർത്ഥാടന കാലഘട്ടത്തിൽ എല്ലാ അയ്യപ്പ ഭക്തന്മാരെയും അയ്യപ്പ വിശ്വാസികളെയും സമീപിച്ച് അവരുടെ ഒപ്പുകൾ സമാഹരിച്ച് ഒരു ഭീമഹർജിയായി പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കണമെന്നാണ് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ആലോചിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ 25ഓളം കേന്ദ്രങ്ങളിൽ അയ്യപ്പ ശബരിമല സംരക്ഷണ സംഗമം സംഘടിപ്പിക്കാനും വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നവംബർ മാസം 10-ാം തീയതിക്കും 15-ാം തീയതിക്കും ഇടയിലുള്ള കാലയളവിൽ ഈ ശബരിമല സംരക്ഷണ സംഗമം തിരഞ്ഞെടുക്കപ്പെട്ട 25 കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് അയ്യപ്പ വിശ്വാസികൾ പങ്കെടുക്കുന്ന വലിയ സംഗമമാണ് പാർട്ടി ആലോചിച്ചിട്ടുള്ളത്. അത് നവംബർ 10-നും 15-നും ഇടയിൽ ഈ ശബരിമല സംരക്ഷണ സംഗമം സംഘടിപ്പിക്കാനും വേണ്ടി പാർട്ടി ആലോചിച്ചിട്ടുണ്ട്. അതിനുശേഷം വിപുലമായിട്ടുള്ള ഗൃഹസമ്പർക്കം പൂർത്തിയാക്കി 20-ാം തീയതിയോടുകൂടി 1 കോടി ഒപ്പുകൾ സമാഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. അതിനുശേഷം ആ നിവേദനം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കണം എന്നുമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. എൻ വാസുവിൻ്റെ ഗോഡ് ഫാദർമാരായിട്ടുള്ള ആളുകൾ കുടുങ്ങും. കാരണം എൻ വാസു ദേവസ്വം കമ്മീഷണറായിരുന്നു, ദേവസ്വം ബോർഡ് മെമ്പറായിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരമാണ് അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായത്.
ആ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ നടക്കുന്ന സന്ദർഭത്തിലെല്ലാം മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിച്ചത് മുഴുവൻ എൻ വാസുവായിരുന്നു. ഇടക്ക് പത്മകുമാരൻ ചില ചാഞ്ചാട്ടം വന്നപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിച്ചത് എൻ വാസുവാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം എൻ വാസുവിൻ്റെ ഗോഡ് ഫാദർ മുഖ്യമന്ത്രിയാണ്, CPM നേതാക്കന്മാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ വാസു ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഇവരാരും അറിയാതെ ചെയ്യില്ല. അപ്പോൾ എൻ വാസു എന്നുള്ളത് ഒരു ഇരയാണ്, അത് മറ്റു പലരിലേക്കുള്ള പാലമാണ്. എൻ വാസു അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അന്വേഷണം അദ്ദേഹത്തിൻ്റെ ഗോഡ് ഫാദർമാരിലേക്കും എത്തും. ഞാൻ NCITയെ സംശയം മുന്നിൽ നിർത്തിയിട്ടില്ല. SITയുടെ അന്വേഷണം സംശയകരമാണ് എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് SITക്ക് പരിമിതികളുണ്ട് എന്നാണ്. പരിമിതികൾ എന്നുള്ള വാക്കും സംശയവും രണ്ടും രണ്ടാണ്. ആ പരിമിതികൾ എന്ന് പറയുന്നത് ഒരു കണ്ടെത്തൽ നടത്തിയാൽ പോലും ആക്ഷനിലേക്ക് നീങ്ങാൻ SITക്ക് പരിമിതികളുണ്ട്. ആ പരിമിതിയാണ് ഇപ്പോൾ എൻ വാസുവിൻ്റെ കാര്യത്തിൽ കണ്ടത്. കാരണം ഈ അവിടുത്തെ എൻ വാസുവിൻ്റെ കൂടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാത്തത്, ചോദ്യം ചെയ്ത് വിട്ടയച്ചത്? അദ്ദേഹം മൂന്നാമത്തെ പ്രതിയാണല്ലോ. മൂന്നാമത്തെ പ്രതി, നാലാം പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മൂന്നാം പ്രതി അറസ്റ്റ് ചെയ്തത്? അപ്പം അവിടെയാണ് ഞാൻ പറഞ്ഞത് SITക്ക് ചില പരിമിതികളുണ്ട്. ആ പരിമിതികളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഒരു കുറച്ചുകൂടി നിഷ്പക്ഷമായ സ്വതന്ത്രമായ അന്വേഷണം ഈ കാര്യത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും കേരളത്തിൽ ഹിന്ദു ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ കൊള്ളയാണ് ദേവസ്വം ബോർഡുകളുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഒരു കൊള്ളസംഘമായിട്ട് കേരളത്തിൽ മാറിയിട്ടുണ്ട്. എല്ലാ ദേവസ്വം ബോർഡുകൾക്ക് കീഴിൽ, അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡായാലും കൊച്ചി ദേവസ്വം ബോർഡായാലും മലബാർ ദേവസ്വം ബോർഡായാലും ഈ ദേവസ്വം ബോർഡുകൾക്ക് കീഴിൽ നടക്കുന്ന വലിയ അഴിമതികൾ, ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കളെല്ലാം അടിച്ചുകൊണ്ടു പോവുകയാണ്. അതിപ്പോൾ എത്രയോ വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വരികയാണ്. എന്തുകൊണ്ടാണ് ഹിന്ദു ക്ഷേത്രങ്ങൾ ഇങ്ങനെ ഈ കൊള്ളയടിക്കാനുള്ള കേന്ദ്രങ്ങളായി മാറുന്നത്? അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് ഈ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം. ക്ഷേത്രത്തിൻ്റെ ഭരണം ഭക്തന്മാരെയാണ് ഏൽപ്പിക്കേണ്ടത്. പുതിയ നിയമനിർമ്മാണം ആവശ്യമാണ് ആ കാര്യത്തിൽ. ദേവസ്വം എന്നുള്ളത് സംസ്ഥാന വിഷയമായതുകൊണ്ട് നിയമനിർമ്മാണം കേരളത്തിനകത്താണ് നടത്തേണ്ടത് എന്നുള്ള പരിമിതിയുണ്ട്. പക്ഷേ പുതിയ നിയമനിർമ്മാണം ഉണ്ടാവണം. ക്ഷേത്രഭരണം വിശ്വാസികൾക്ക് കൈമാറണം. വിശ്വാസമില്ലാത്ത ആളുകളുടെ കൈകളിൽ ഏൽപ്പിക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ദേവസ്വം ബോർഡ് മന്ത്രിക്കോ ദേവസ്വം ബോർഡ് മെമ്പർമാർക്കോ വിശ്വാസമില്ലല്ലോ. ശബരിമല ക്ഷേത്രം തുറക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡ് മെമ്പർ ആ ശ്രീകോ മെമ്പർ കൈകെട്ടി നിൽക്കുകയാണല്ലോ. ഒന്ന് തൊടാനുള്ള മര്യാദ പോലും ഈ ദേവസ്വം ബോർഡ് മെമ്പർമാർ കാണിക്കുന്നില്ലല്ലോ. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ്, അദ്ദേഹം നേരത്തെ വിശ്വാസിയായിരുന്നു. അദ്ദേഹം CPMലെത്തിയേക്കും അദ്ദേഹത്തെ വിശ്വാസമായി അദ്ദേഹം മുദ്രാവാക്യം വിളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ദേവസ്വം വകുപ്പ് മന്ത്രി രാഷ്ട്രപതിയുടെ കൂടെ ശബരിമല സന്ദർശനത്തിനെത്തിയപ്പോൾ രാഷ്ട്രപതി ആ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് മുന്നിൽ തൊഴുന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ദേവസ്വം ബോർഡ് മന്ത്രി തൊഴാനുള്ള മര്യാദ പോലും കാണിച്ചില്ലല്ലോ. പിന്നെ എന്തിനാണ് അദ്ദേഹം പോയത്? തൊഴാൻ താല്പര്യമുള്ള വേറെ ഏതെങ്കിലും മന്ത്രിയെ എസ്കോർട്ടായിട്ട് വിട്ടാൽ പോരായിരുന്നു? ഇതൊക്കെ വിശ്വാസികളെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? ഈ അവിശ്വാസികളായിട്ടുള്ള ആളുകൾ അവരാണ് ഇതെല്ലാം ഭരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ശബരിമലയിലായാലും ഏത് ക്ഷേത്രത്തിലെയും സ്വത്ത് എന്ന് പറയുന്നത് കേവലം പണത്തിൻ്റെ തൂക്കം മാത്രമേ ഉള്ളൂ. ഭക്തർ കാണിക്കയായി കൊടുക്കുന്ന വസ്തുക്കൾ അവർക്ക് വെറും പണത്തിൻ്റെ മൂല്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് മോഷ്ടിക്കാൻ ചെയ്യാത്തത്. അതുകൊണ്ട് ദേവസ്വം ബോർഡുകൾ പിരിച്ചുവിടണം. കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡുകളും പിരിച്ചുവിടണം. അത് BJP ആവശ്യപ്പെടുകയാണ്. പുതിയ നിയമനിർമ്മാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രങ്ങളുടെ ഭരണം വിശ്വാസികൾക്ക് ഏൽപ്പിക്കാൻ ആവശ്യമായ സംവിധാനം കേരളത്തിൽ ഉണ്ടാകണമെന്നാണ് പാർട്ടി ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നത്. എല്ലായിടത്തും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട 25 കേന്ദ്രങ്ങളിലാണ് ഈ സംഗമം ഞങ്ങൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ സന്തോഷം. ഈ ഗോപാലകൃഷ്ണൻ ദേശീയ ശ്രദ്ധ ആകർഷിച്ചില്ലേ? നാഷണൽ മീഡിയ ഒക്കെ വന്നില്ലേ? അതിന് കടപ്പുറം എന്താ വേണ്ടത്? രാഹുൽ ഗാന്ധിക്ക് ഗോപാലകൃഷ്ണൻ ചായ വാങ്ങിച്ചു കൊടുക്കേണ്ടതാണ് ശരിക്കും.
രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് കോട്ട് ചെയ്യാൻ വേറെ ഒന്നുമില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമായല്ലോ. ബി ഗോപാലകൃഷ്ണൻ ഏത് കോൺടെസ്റ്റിലാണ്, കേരളത്തിലാണല്ലോ അദ്ദേഹം സംസാരിച്ചത്, ഏത് കോൺടെസ്റ്റിലാണ് സംസാരിച്ചത് എന്ന് അറിയാം, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള രാജ്യത്തിലെ പ്രതിപക്ഷ നേതാവിനെ മറ്റൊന്നും കോട്ട് ചെയ്യാനുള്ള എന്ന് നിങ്ങൾക്ക് ബോധ്യമായല്ലോ. ഹരിയാന മുഖ്യമന്ത്രി നടത്തിയ ഞങ്ങൾക്ക് ജയിക്കാൻ അറിയാമെന്ന്, പിന്നെ ജയിക്കാൻ അറിയാം തോക്കാനാണ് ഞങ്ങൾ മത്സരിക്കുന്നതിന്? ഞങ്ങൾ ജയിക്കാൻ അറിയുന്നില്ല, ഞങ്ങൾക്ക് ജയിക്കാൻ, കേരളത്തിലും ജയിക്കാൻ അറിയാലോ, ഞങ്ങൾക്ക് ജയിക്കാൻ വേണ്ടിയില്ല മത്സരിക്കുന്നത്. ജയിക്കാൻ സംവിധാനം പാർട്ടിക്കുണ്ടല്ലോ, ജയിക്കാൻ സംവിധാനം പാർട്ടി മെഷീനറി അല്ലേ, ഞങ്ങൾ അത് ഉപയോഗിച്ചല്ലേ ജയിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ആ കോൺടെസ്റ്റ് ഓർമ്മയുണ്ടല്ലോ, കേരളത്തിലെ ആൾക്കാർക്ക് അറിയാലോ, മറ്റുള്ളവർക്ക് പക്ഷേ അറിയണമെന്നില്ല. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവകാശം ഇന്ത്യ രാജ്യത്ത് ആർക്കും എവിടെയും ഉണ്ട് എന്ന് പറയാനാണ് അദ്ദേഹം ശ്രമിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യ രാജ്യത്ത് എവിടെയുള്ള ആൾക്കാർക്കും എവിടെ വേണമെങ്കിലും വോട്ടർ പട്ടിക പേര് ചേർക്കാം. തിരഞ്ഞെടുപ്പ് കമ്മീഷന് ആവശ്യപ്പെടുന്ന പ്രൂഫ് വേണമെന്നേ ഉള്ളൂ. അതുണ്ടെങ്കിൽ ആർക്കും എവിടെയും വോട്ട് ചേർക്കാം. അത് നിയമപ്രകാരം ഏത് കോടതിയിൽ പോയാലും തള്ളാൻ സാധിക്കില്ല. ഇനി ഞാൻ ചോദിക്കുന്ന, ഇത്തരം വിവാദങ്ങളുണ്ടെങ്കിൽ ഇതൊക്കെ അവസാനിപ്പിക്കാനാണ് ഞങ്ങൾ വോട്ടർ പട്ടിക പരിഷ്കരിക്കാൻ തീരുമാനിച്ചത്. അതെന്താ ഇവർ നിൽക്കാത്തത്? എന്തിനാ അതിന് നിൽക്കുന്നത്? ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. കോൺഗ്രസ് ഈ സമയത്ത് വളരെ സജീവമായി ഈ പ്രവർത്തനത്തിൽ ഇടപെട്ട് ഇറങ്ങി വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയയിൽ സജീവമായി പങ്കെടുക്കുകയല്ലേ വേണ്ടത്. ഇനി ഇപ്പോഴൊന്നും ചെയ്യാതെ മാറി നിന്നിട്ട് നാളെ തെരഞ്ഞെടുപ്പ് വന്നിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യം? അതുകൊണ്ട് പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കണം. ആകെയുള്ള പ്രശ്നം, നിർണായക സന്ദർഭത്തിലെല്ലാം രാഹുൽ ഗാന്ധി ഇന്ത്യയിലില്ലാത്തത് കൊണ്ട് ഇന്ത്യ രാജ്യത്ത് എന്താ നടക്കുന്നത് അദ്ദേഹത്തിന് അറിയില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം രാഹുൽ ഗാന്ധിയോട് പറയേണ്ടത്, ഇത്തരം പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇന്ത്യയിൽ ഉണ്ടാവണം. അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ അദ്ദേഹത്തിന് ബോധ്യമാവും. ഉണ്ട് എന്നാണല്ലോ വീഡിയോ പറയുന്നത്. ഞങ്ങളും പരാതി കൊടുത്തിട്ടുണ്ട്. കോഴിക്കോട് നഗരത്തിൽ തന്നെ ഉണ്ടല്ലോ അങ്ങനെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ഉണ്ടാവും. പ്രത്യേകിച്ച് കേരളത്തിൽ CPM ബോധപൂർവ്വം ക്രമക്കേടുകൾ ഉണ്ടാക്കുന്നുണ്ട്. CPM ആണല്ലോ ഇതിൻ്റെ ഉസ്താദുമാർ, ഞങ്ങളാരുമല്ലല്ലോ. CPM-ഉം ലീഗുമാണ് കേരളത്തിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ഉണ്ടാക്കുന്ന രണ്ട് പാർട്ടികൾ. ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ ധാരാളം ഇത്തരം ക്രമക്കേടുകളുണ്ട്. CPM-ൻ്റെ ശക്തി കേന്ദ്രത്തിലുമുണ്ട്. അത് തിരുത്താനുള്ള സന്ദർഭമാണ്. അത് തിരുത്താനാണ് ഈ വോട്ടർ പട്ടിക പരിഷ്കരണം. മറ്റ് സംസ്ഥാനങ്ങളിലെ വോട്ടർമാർ ഇപ്പം തന്നെ കേരളത്തിലെ വോട്ടർ പട്ടികയിലുണ്ടല്ലോ. ബംഗാളികളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വോട്ടർ പട്ടികയിലുണ്ടല്ലോ. എത്ര ബംഗാളികളാണ്? പെരുമ്പാവൂരിൽ ഒരു ബൂത്ത് മുഴുവൻ ബംഗാളികളാണ്. രാഹുൽ ഗാന്ധി എന്താ പെരുമ്പാവൂർ വന്നൊരു പത്രസമ്മേളനം നടത്താത്തത്? പെരുമ്പാവൂരിൽ വന്നിട്ടൊരു പത്രസമ്മേളനം നടത്തണം രാഹുൽ ഗാന്ധി. 223 വോട്ടിൻ്റെ കണക്കല്ല ഇന്നലെ പറഞ്ഞാൽ, ഞങ്ങളൊരു 350 വോട്ടിൻ്റെ കണക്ക് രാഹുൽ ഗാന്ധി കൊടുക്കാം. കേരളത്തിൽ വരാൻ പറയും. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയാൻ വേണ്ടി പറയും. KC വേണുഗോപാലോട് പറഞ്ഞാൽ മതിയല്ലോ. അതെല്ലാം പരിഹരിക്കാനാണ് തീവ്ര പരിഷ്കരണം വോട്ടർ പട്ടികയിൽ നടത്താൻ തീരുമാനിച്ചത്. അതിനോട് സഹകരിക്കുകയാണ് കോൺഗ്രസ് ചെയ്യേണ്ടത്. അതിനോട് സഹകരിച്ചാൽ ഈ പരാതികളെല്ലാം പരിഹരിക്കപ്പെടും. എല്ലാ പരാതികളും പരിഹരിക്കപ്പെടും. കാരണം റെസിഡൻഷ്യൽ പ്രൂഫുള്ള ആളുകൾക്ക് മാത്രമേ വോട്ടർ പട്ടികയിൽ ഇടം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അത് BLO-മാർ സാക്ഷ്യപ്പെടുത്തണം. BLO-മാർ എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. അവർ സാക്ഷ്യപ്പെടുത്തണം. അതിനേക്കാൾ വലിയ സുതാര്യത എന്താ ഉള്ളത്?